ഇപ്പോൾ ഇത്രയും കേസുകൾ സംസാരിച്ചാൽ എന്തെങ്കിലും വിയേർഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമയും അല്ലെങ്കിൽ ഇമോഷണൽ എന്നൊക്കെ തോന്നിയിട്ടുള്ള കേസുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ഈ സെക്ഷുവാലിറ്റിയാണ് നമുക്ക് എപ്പോഴും ഒരു വിയേർഡ്നെസ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? പക്ഷേ എനിക്ക് വിയേർഡായിട്ട് വന്നത് നേരെ തിരിച്ച്. അതായത് അമ്മ മരുമകൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തു. വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ചെക്കനായിരുന്നു, എൻ്റെ ക്ലയൻറ്റാണ്. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ലേഡിയുടെ റിലേഷൻ ഇവളിനോടുള്ള ഒരു അപ്രോച്ചും ഭയങ്കര ഇതായിട്ട് തോന്നിക്കൊണ്ടിരുന്നു. അപ്പം വിചാരിച്ചു അമ്മയല്ലേ, കുറച്ച് സ്നേഹത്തോടെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ മാറിയിരുന്നു. പക്ഷേ എന്നാലും ബൗണ്ടറി കടന്ന് വരുന്ന പോലെയൊക്കെ പലപ്പോഴും ഇവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ തോന്നിയിട്ട്. അപ്പോഴേക്കും ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ അങ്ങനെയുണ്ടോ അറിയോ, അമ്മായിയമ്മയല്ലേ എന്നൊക്കെ തോന്നിയതായിരിക്കും എന്നൊക്കെ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് റൂമിൽ നടക്കുമ്പോഴേക്കും ഇവ വേറെ റൂമിലായിരുന്നു. പക്ഷേ നൈറ്റ് ആയപ്പോഴേക്കും ആ സ്ത്രീ ആ റൂമിലോട്ട് വന്നിട്ട് കുറച്ച് സെഡ്യൂസ് ചെയ്ത കഥയൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് വല്ലാണ്ടായിപ്പോൾ, നമ്മളെന്തൊട്ട് കേട്ടിട്ടില്ല. പക്ഷേ ആ സ്ത്രീ ഈ ചെക്കൻ എന്താണെന്ന് പറയുന്നത് നിവർത്തികേട് കൊണ്ട് ആ മോളോട് പറഞ്ഞു, അതായത് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. അത് ഭയങ്കര ബ്ലാസ്റ്റായി. അവർ പറഞ്ഞു ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ എൻ്റെ മനഃപൂർവ്വം എൻ്റെ അമ്മയിൽ നിന്ന് എന്നെ അകറ്റാൻ വേണ്ടിയിട്ടാണെന്ന് അത് ഡിവോഴ്സ് ആവേണ്ടത്. പക്ഷേ ആ സ്ത്രീക്ക് ആ പെൺകുട്ടിക്ക് ഒട്ടും അതെ, കാരണം പക്ഷേ അവളുടെ മുമ്പേ അമ്മ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ്. മനുഷ്യർ ഭയങ്കര ഡിഫറൻ്റ് ആണ് പൂജ, നമ്മൾ കാണുന്നവരല്ല മനുഷ്യർ. അവരുടെ ഇന്നർ സാധനം എന്താണ്, ഇപ്പം ഞാൻ കാണിക്കുന്ന ആളാണ് പൂജയ്ക്ക് കാണാൻ പറ്റുന്നത്, ശൈല എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ എൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം അറിയാമെന്നുള്ളതും ചില വ്യക്തികൾക്ക് ചിലപ്പോൾ അറിയാമെന്നുള്ളതുമായിരിക്കും. അത് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീൽ. അത് ഡിവോഴ്സിലെത്തി. കാരണം ഈ നിമിഷം വരെ ആ പെൺകുട്ടി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടിയായി ഭയങ്കര പ്രശ്നത്തിലോട്ട് പോയി. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്കെങ്കിലും അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഡിവോഴ്സ്. ഇവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഇവന് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇവൻ പറഞ്ഞു, അത് പറഞ്ഞ സമയത്ത് അവൾക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. പർപ്പസ്ഫുള്ളി അമ്മയ്ക്കെതിരെ ഇങ്ങനെ വൃത്തികെട്ട ഒരു അലിഗേഷൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും രസം വെച്ചാൽ പുള്ളിക്കാത്ത ടീച്ചറും കൂടെയാണ്. അത്രയും ഇതൊക്കെ പുറത്തൊക്കെ ഉള്ള അറിയുന്ന അങ്ങനത്തെ ഒരു സ്ത്രീ. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ അത് ആരോടും പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഇരിക്കുകയായിരുന്നു. അവൻ്റെ വീട്ടിൽ പോലും പറയാതെയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ എങ്ങനെയും അത് യോജിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു തരത്തിലും പറ്റിയില്ല. അതായത് ബ്യൂട്ടിഫുൾ ആയി പോകേണ്ട ഒരു മാരേജ് ആയിരുന്നു, പക്ഷെ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് വെളിയിൽ കേൾക്കുമ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ അമ്മായി അപ്പൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര പറ്റും. പക്ഷേ അച്ഛൻ കുട്ടികളെ നമ്മൾ കൊച്ചച്ഛൻ അല്ലെ രണ്ടാം അച്ഛനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പുറത്തില്ല. പക്ഷേ അച്ഛൻ സെക്ഷലി ഹരാസ് ചെയ്യുന്ന ഒരുപാട് കേസ് എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും കേട്ടിട്ട്, എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത. ഇതൊക്കെ ഭയങ്കര വിയേർഡായിട്ട് തോന്നിട്ട് സെക്ഷുവൽ വിയേർഡ്നെസ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ വൃത്തികേട് തോന്നുമല്ലോ, നമുക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് ആളുകൾ പൊതുവേ പറയാറ്. പക്ഷേ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടും പറയാതെ അങ്ങനെ ജെനുവിൻ അല്ലാതെ അപ്രോച്ച് ചെയ്ത കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും